ഇൻ്റെ കൂടെ ഞാൻ ഒറ്റക്കൊന്നുമല്ല. ഇൻ്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം ഇൻ്റെ അടുത്തേക്ക് 4 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ 4 സ്ത്രീകളും തെളിവടക്കാൻ വന്നിട്ടുള്ളത്. അവരെ കയ്യിലും അവർ എനിക്ക് അയച്ച വോയിസുകളൊക്കെ എൻ്റെ ഫോണിൽ ഇന്ന് റെക്കോർഡിക്കലാണ്. അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാം. അയാൾ ഇന്നെ തിരഞ്ഞിങ്ങോട്ട് വരണ്ട. ഈ സ്ത്രീകളും എൻ്റെ കൂടെ ഉണ്ടാവും. തെളിവടക്കം ഞാൻ തരാം. അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താണെന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്തേക്കിടാൻ പോവുകയാണ്. ഈ പോണ സ്ത്രീകൾക്ക് മൊത്തം മേത്ത് ബാധയാണ്. അവിടെ പോണ പെണ്ണുങ്ങൾക്കൊക്കെ മൊത്തം ബാധയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞാൽ എനിക്ക് ഭർത്താവ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും ഇവിടെ വന്നൂടെ എന്ന്. ആ കുട്ടിയുടെ വോയിസിൻ്റെ കയ്യിലുണ്ട്. ഇഷ്ടം പോലെ തെളിവുണ്ട്. നിങ്ങൾക്ക് മീഡിയക്കാർക്ക് കാണിച്ചു തരാൻ പറ്റാത്ത തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ കാണിക്കും. അതിനൊരു സമയമുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞ് ആറ്റക്കോയ വരട്ടെ, തെളിവ് ഞാൻ കാണിക്കാൻ തയ്യാറാണ്. മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, അയാളെ അവിടെ ഇട്ടിട്ട് വലിച്ച് കീറാനുള്ള വഴി ഇജ് ഉണ്ടാക്കാൻ ഞങ്ങൾ എൻ്റെ പിന്നിലുണ്ട്, ഇജ് ധൈര്യത്തിൽ മുന്നോട്ട് പോയിക്കോന്ന്. നമസ്കാരം. പാലക്കാട് മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹമീദ് ആറ്റക്കോയ തങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ച് സമീറ എന്ന യുവതി 2 ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ചാനലിലൂടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇദ്ദേഹം വലിയ തട്ടിപ്പുകാരനാണ് എന്നുൾപ്പെടെ ഈ സ്ത്രീ ആരോപണം ഉന്നയിക്കുകയുണ്ടായിരുന്നു. എന്നാൽ ഇതിന് മറുപടിയുമായി തങ്ങൾ മറ്റൊരു വീഡിയോയുമായി രംഗത്ത് വന്നിരുന്നു. അതിലൂടെ 2 ദിവസത്തിനകം ഇത്തരത്തിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുകൾ നൽകിയില്ലെങ്കിൽ ഈ സ്ത്രീക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകും എന്നുൾപ്പെടെ ഇദ്ദേഹം പറയുകയുണ്ടായിരുന്നു. ഇപ്പോൾ താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് തെളിവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സമീറ എന്ന് പറയുന്ന ആ യുവതി. ഹമീദ് ആറ്റക്കോയ തങ്ങൾ തനിക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്തതിന്റെ ദൃശ്യങ്ങളടക്കം ഈ യുവതി ഇപ്പോൾ മറുനാടനിലൂടെ പ്രേക്ഷകരെ കാണിക്കുകയാണ്. നമുക്ക് അയിത്തയുടെ വാക്കുകളിലേക്ക് പോകാം. എൻ്റെ അടുത്ത് അയാൾക്ക് ഇന്നറിയില്ലെന്നല്ലേ പറഞ്ഞത്? ഇന്നറിയില്ലല്ലോ അയാൾക്ക്. അയാൾ സംസാരിച്ച വോയിസുകളും അയാൾ എനിക്ക് ചാറ്റ് ചെയ്തതും എൻ്റെ ഫോണിൽ ഇന്ന് എല്ലാം ഉണ്ട്. അതായത് 8 മാസത്തോളമായിട്ട് അയാൾ ഇന്നേറ്റ് ചാറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നേറ്റ് സംസാരിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ മീഡിയക്ക് തരാം. എൻ്റെ ഫോണിൽ ഇപ്പം വേണമെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം. അതാണ് മറ്റൊരു കാര്യം. ഈ ഹമീദ് ആറ്റക്കോയ എന്ന് പറഞ്ഞ ആള് പറഞ്ഞത് പുള്ളിക്കാരൻ തീരെ സമയമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും തിരക്കുള്ള മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന് ചാറ്റ് ചെയ്യാൻ സമയമില്ല. അപ്പൊ ആ ചാറ്റ് ചെയ്തു എന്നൊക്കെ ഇത്ത പറയുന്നത് ശുദ്ധ കള്ളത്തരമാണെന്നാണ് ഹമീദ് ആറ്റക്കോയ പറയുന്നത്. കള്ളത്തരമാണോ? കള്ളത്തരമൊന്നുമല്ല, അത് തെളിവുണ്ടല്ലോ. നമുക്ക് തെളിവാണല്ലോ മുഖ്യം. പിന്നെ ചാറ്റ് ചെയ്യാൻ അയാൾക്ക് നേരമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അന്ന് 6 മിനിറ്റിൻ്റെ വോയിസ് ഇട്ടപ്പോൾ അയാൾക്ക് അത് കേൾക്കാൻ നേരമില്ല. പക്ഷെ അയാൾ എന്നോട് 3/4 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അയാൾ എന്താ കാര്യങ്ങൾ അറിയണം. അപ്പോൾ അയാൾ എന്നോട് ഇങ്ങോട്ട് വിളിച്ചതാ. അത് ഇയാളെ നമ്പർ എന്നല്ല വിളിച്ചത്. ഞാൻ പറയില്ല, അബ്ദു എന്ന് പറഞ്ഞ ഒരാളെ ഡ്രൈവറെ നമ്പർ എന്നാണ് വിളിച്ചത്. 3/4 മണിക്കൂർ. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന് നേരമുണ്ടോ? ഒപ്പം എൻ്റെ ഒരു വോയിസ് കേൾക്കാൻ നിങ്ങൾക്ക് നേരമില്ലെങ്കിൽ ഇതിന് നേരമുണ്ടോ ചോദിച്ചു. അല്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇവിടെ ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് പിന്നെ വിഷമങ്ങൾ വന്നിട്ട് നിങ്ങൾ പൈസ വേണേൽ നമ്മൾ തരും. പക്ഷെ അതിനെക്കാട്ടൊക്കെ എത്രയോ മുമ്പ് പേഴ്സണലായിട്ട് അയാൾ എനിക്കൊരു നമ്പർ തന്നു. ഇല്ലെങ്കിൽ അയാൾ തെളിയിക്കട്ടെ. അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാൻ തയ്യാറാണ്. ഞാൻ എവിടെ വരാൻ തയ്യാറാണ്. എൻ്റെ കൂടെ ഞാൻ ഒറ്റക്കൊന്നുമല്ല. എൻ്റെ ഈ വീഡിയോ പുറത്ത് വന്നതിന് ശേഷം എൻ്റെ അടുത്തേക്ക് 4 സ്ത്രീകൾ വന്നിട്ടുണ്ട്. ആ 4 സ്ത്രീകളും തെളിവടക്കാൻ വന്നിട്ടുള്ളത്. അവരെ കയ്യിലും അവർ എനിക്ക് അയച്ച വോയിസുകളൊക്കെ എൻ്റെ ഫോണിൽ ഇന്ന് റെക്കോർഡിക്കലാണ്. അത് ഞാൻ കാണിക്കൊണ്ടടുത്ത് കാണിക്കും, കൊടുക്കൊണ്ടടുത്ത് കൊടുക്കും. ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടല്ലോ ഇയാളുടെ പേരിൽ. അപ്പം ഞാൻ തെളിയിക്കും. അയാൾക്ക് അത്ര നട്ടലുള്ള ഒരാണാണെങ്കിൽ, അല്ലെങ്കിൽ തങ്ങളെന്ന് ഞാൻ പറയില്ല, തങ്ങളല്ല, അയാൾ ആറ്റാണെങ്കിൽ അല്ല ആമിതാണെങ്കിൽ അയാളെ ഞാൻ വെല്ലുവിളിക്കണ്. അയാൾ ഉള്ളിടത്തേക്ക് ഞാൻ വരാം. അയാൾ ഇന്നെ തിരഞ്ഞിങ്ങോട്ട് വരണ്ട. ഈ സ്ത്രീകളും എൻ്റെ കൂടെ ഉണ്ടാവും. തെളിവടക്കം ഞാൻ തരാം. അവിടെ നടക്കുന്ന അനാചാരങ്ങൾ എന്താണെന്നുള്ളത് ഇനി മുഴുവൻ ഞാൻ പുറത്തേക്കിടാൻ പോവുകയാണ്. കാരണം ഓരോ സ്ത്രീകളും വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. യൂസഫ് എന്ന് പറഞ്ഞത് ഒരു ഉസ്താദ്, അതേപോലെ താഹിർ എന്ന് പറഞ്ഞ ഒരാൾ. ഈ താഹിർ ഒരു പീഡന കേസിൽ പ്രതിയാണ്. അവിടെ കോട്ടക്കൽ വയസ്സമ്പടിക്കൽ വെച്ചിട്ട് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചിട്ട് പ്രശ്നമുണ്ട്. ഈ പിന്നെ യൂസഫ് എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഒരുപാട് സ്ത്രീകൾക്ക് ചാറ്റ് ഈ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും മറ്റുള്ളവരായാലും അയാൾ ഫോൺ ചെക്ക് ചെയ്യട്ടെ. അങ്ങനെ ഇല്ലെങ്കിൽ ആ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഓരോ പെണ്ണുങ്ങൾ ചെയ്ത ചാറ്റിങ്ങും വോയിസൊക്കെ റെക്കോർഡിക്കലും മൊത്തം തെളിവിൻ്റെ കയ്യിലുണ്ട്. തെളിവുണ്ടായിട്ടേ ഞാൻ ഇറങ്ങിപ്പറയും. അല്ലാതെ ഞാൻ നിങ്ങളെ പൈസ തന്നിട്ടോ ആറ്റക്കോയ പൈസ തന്നിട്ടോ എതിർവശം കണ്ടിട്ടോ അയാൾ ആരാ? അയാൾ പൈസ വാങ്ങാൻ അയാളുടെ അടുത്തേക്ക് പൈസക്ക് പോകണമെങ്കിൽ അയാൾ ഇലനക്കി പട്ടിയാണ്. അയാളെ ചിറി നക്കാനാണോ ഞാൻ പോണത്? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആരാണെന്ന് എൻ്റെ നാട്ടുകാർക്കും അറിയാം, ഇന്ന അറിയുന്നവർക്കും അറിയാം, എൻ്റെ സുഹൃത്തുക്കൾക്കും അറിയാം ഞാൻ ആരാന്നുള്ളത്. ഞങ്ങൾ ഓരോ വ്യക്തികളും അങ്ങോട്ട് കൊടുക്കണവരാ. നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഞാൻ അങ്ങനെ ലോക്കൽസ് ആണോ? ഇനിയിപ്പോൾ ഞങ്ങൾ സാമ്പത്തികത്തിന് ഒരാളുടെ അടുത്തേക്കും പോകണം, നിങ്ങൾ തന്നാലും ഞങ്ങൾക്ക് വേണ്ട. കാരണം എനിക്ക് ഈ സ്ത്രീ സമൂഹം നാശത്തിലേക്ക് പോണത് തടയണം. എനിക്ക് അത്രയേ ഉള്ളൂ. സ്ത്രീകൾ ഒരുപാട് പെണ്ണുങ്ങൾ ഇന്ന് 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് 4 സ്ത്രീകളെ വിളിച്ചിട്ടുള്ള ഞങ്ങളെ ചുറ്റുവട്ടത്തുനിന്ന്. ഞങ്ങളൊക്കെ അതിനെ അനുഭവപ്പെട്ടവരാണ്. ഞങ്ങൾക്ക് വന്ന് സംസാരിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ പറയും, നിങ്ങളെ മുഖം കാണിക്കാത്ത സംസാരിക്കാൻ തയ്യാറാണെന്ന് വെച്ചപ്പോൾ അവർ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കും തങ്ങളുള്ളടത്തേക്ക് നിങ്ങളും വരും. മീഡിയക്കാരെ എല്ലാവരും വിളിക്കും ഞാൻ. തങ്ങൾ അതിന് ധൈര്യം ഉണ്ടോ? തങ്ങളെ ഞാൻ റെഡിയാണ്.
ഞാൻ റെഡിയാണ്. ഞാൻ എപ്പോൾ വരാനും തയ്യാറാണ്. അയാളെ ഐഡൻറ്റി കാർഡ് ആധാർ കാണണം നിങ്ങൾക്ക്. നമ്മൾ ശരിക്കും നമ്മളെ പേര് കറക്റ്റ് നമ്മൾ ആധാറിലെങ്കിലും കാണും. ഇയാൾ ആധാറിൽ എന്തുകൊണ്ട് വെറും ഹാമിദായി? എന്തുകൊണ്ട് അയാൾ തങ്ങൾ എന്നുള്ള ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ത് ആധാർ ഇടാൻ ഇയാൾക്കും മടി? അപ്പോൾ ഇയാളെ ഫുള്ള് ഡീറ്റെയിൽസുകൾ ഇന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ടടുത്ത് ഞാൻ പറയിപ്പിക്കും. 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇയാൾക്കുള്ള പണി തന്നിട്ടേ നിർക്കുള്ളൂ. കാരണം ഇന്നെക്കൊണ്ട് അയാൾ അറിയില്ല എന്ന് പറഞ്ഞത് അല്ലേ. മണിക്കൂർ കണക്കിന് സംസാരിച്ച കോളുകൾ ഇതാ കോൾ ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാമല്ലോ. ഞാൻ ഇതൊന്നും കള്ളത്തരം, എനിക്കിത് കള്ളത്തരം പറഞ്ഞിട്ട് ഒന്നും കിട്ടേണ്ട ആവശ്യം എനിക്കില്ല. ഇത് ഇയാൾ എനിക്ക് ചാറ്റ് ചെയ്ത് സംസാരിച്ചതാണ് ഇതെല്ലാം. ഇയാളുടെ നമ്പറാണിത്. നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ എന്നോട് സംസാരിച്ചിട്ട് ഫസ്റ്റ് ഇതാ ഇയാൾ എനിക്ക് വിളിച്ചിട്ട് ഫസ്റ്റിലെ കോൾ ഇതാ ഇയാളിതാ. ഈ കോൾ ഇതാ, ഈ മെസ്സേജുകൾ ഇതാ. ഈ മെസ്സേജ് മൊത്തം അയാൾ അയച്ചതാണ്. ജനുവരി 31-ാം തീയതിയാണ് ഈ കോളുകൾ മൊത്തം എനിക്ക് വന്നിട്ടുള്ളത്. വായങ്ങോട്ട് തുറന്നാൽ ഇയാൾ പറയുന്നത് ഫുള്ളും കളവാണ്. വായ ഒന്ന് തുറക്കണം, ഇയാൾ ഭക്ഷണം കഴിക്കണം കള. പിന്നെ ഖുർആൻ തെറ്റിച്ച് വലിയ ട്രോളന്മാരാണ്. ഖുർആൻ ഓതാൻ അറിയാത്ത അയാൾക്ക് എന്താണ് പിന്നെ സ്ത്രീകളോട് പെരുമാറാൻ അറിയില്ല. പീഡനത്തിനിരയായ പെണ്ണുങ്ങൾ വരെ ഇന്നിൻ്റെ ലിസ്റ്റിൽ എൻ്റെ അടുത്ത് നിന്ന് എത്തിയിട്ടുണ്ട്. അവരെ കയറ്റി ഞാൻ വരും. ഈ ആറ്റക്കോയ പറയുന്നത് നിയമപരമായിട്ട് ഇന്ന് കേസ് കൊടുക്കും, തിങ്കളാഴ്ച കേസ് കൊടുക്കണം. കേസ് കൊടുക്കണം, എൻ്റെ പേരിൽ കേസ് കൊടുക്കട്ടെ അയാൾ. ഞാൻ വെല്ലുവിളിക്കണം കേസ് കൊടുക്കിങ്ങൾ. കേസ് കൊടുത്താലേ എനിക്കൊരു ഗുണമുള്ളൂ. കാരണം ഇതൊക്കെ എനിക്കും അവിടെ അറിയിക്കണം. ഞാനും കൊടുത്തിട്ടുണ്ടല്ലോ കേസ്. ഞാനും ഇയാളുടെ പേരിൽ കേസ് കൊടുത്തു. ഇപ്പോൾ എനിക്ക് കമൻറ്റിൽ കുറേ ആൾക്കാർ വന്ന് നിങ്ങൾ അവരോട് പറഞ്ഞ നേരം കേസ് കൊടുത്തുകൊടുന്ന്. കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കേസ് കൊടുത്തിട്ട് അതിന് അനുകൂലമായിട്ടുള്ള മറുപടി ഇപ്പം എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അവരെ കേസിന് പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം വെച്ചാൽ ഇത് എല്ലാ വിഷയങ്ങളും ലോകം അറിയട്ടെ. അറിഞ്ഞതിന് ശേഷം കേസിന് പോകാൻ എനിക്ക് താല്പര്യമുള്ളത്. കാരണം ഇന്നെപ്പോലത്തെ എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ രംഗത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഇപ്പം ഇന്ന് വിളിച്ച സ്ത്രീ എന്നോട് പറഞ്ഞത് ഈ തീരദേശം ഭാഗത്ത്, താനൂർ തീരദേശം ഭാഗത്ത് സൈന എന്ന് പറഞ്ഞൊരു അഡ്മിനാണത്രേ ഈ സ്ത്രീകൾ അവിടെ എത്തിച്ചിട്ടുള്ളത്. അവർ എല്ലാ പോക്കിന് പോകുമ്പോഴും 100ഉം 200ഉം അവരെ കയ്യിൽ നിന്ന് വാങ്ങി പോവാറുണ്ട്. ഈ സ്ത്രീകൾ പോയിട്ടില്ലെങ്കിലും വാങ്ങും. അത് അഡ്മിന്മാരുടെ ശമ്പളം എത്ര ആവും നിങ്ങൾ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ അഡ്മിന്മാരാണ് അവർ കൊണ്ടുപോകുന്നത്. പോണവർക്ക് ഈ പോണ സ്ത്രീകൾക്ക് മൊത്തം മേത്ത് ബാധയാണ്. അവിടെ പോണ പെണ്ണുങ്ങൾക്കൊക്കെ മൊത്തം ബാധയാണ്. അപ്പോൾ അങ്ങനെ ഇവർ പറയുന്നതല്ലേ ഇയാൾ തങ്ങൾ പറയുന്നത് ബാധ. അപ്പോൾ ഈ ഒരാളെ കൂടെ ഇപ്പം എൻ്റെ കൂടെ ഒരാൾ ഞാൻ ഒറ്റക്കാണെങ്കിൽ എൻ്റെ കൂടെ വേറെ ആൾ വന്നാൽ ആ ആൾക്കും ബാധയാണ്. ആ ബാധ ഒഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ചൂടാവുക എന്നാണ് ആ സ്ത്രീ നിന്നോട് അയച്ച വോയിസ് ഉണ്ട്. ആ വോയിസ് ഞങ്ങൾ കിട്ടിയ വോയിസ് ഇതിൽ കിട്ടുകൊടുക്കി, ഞാൻ ചെയ്തുതരാം. ആ ബാധ ഒഴിപ്പിക്കാൻ ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്ത്രീൻ്റെ മേത്ത് റൂഹാനിയാണ് അത്ര കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് കെടുന്ന് ചികിത്സ, റൂഹാനി എന്ന് പറഞ്ഞാൽ മരിച്ചു പോയ ആളെ അതാണ് ആത്മാവാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ആ സ്ത്രീൻ്റെ മേത്ത് ഞാൻ പറഞ്ഞാൽ ഇരുന്ന് ചികിത്സിക്കുന്നത്. ആ സ്ത്രീയോട് പറഞ്ഞാൽ കേടുന്ന് ചികിത്സിക്കണമെന്ന്. അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞാൽ ഞാൻ കെടുക്കൂല, അഡ്മിൻ വരണമെന്ന്. അപ്പോൾ അഡ്മിനൊക്കെ കുറേ പെണ്ണുങ്ങൾ. അപ്പോൾ ഈ അഡ്മിനൊക്കെ ഇതിന് കൂട്ടിക്കണവരാകുമ്പോൾ പെണ്ണിന് പ്രശ്നം ഉണ്ടാവില്ല. അതിന് മയ്യത്ത് കെടുത്തുന്ന മാതിരി ഈ പെണ്ണിന് എന്തൊക്കെ ചെയ്ത് അതിന് അവളേക്കൊന്ന് വാങ്ങിയത് 2800 രൂപ. അതൊക്കെ പെണ്ണ് വോയിസ് പറയുന്നുണ്ട്. ഈ പൈസ വാങ്ങി അവൾ അന്ന് ഇറങ്ങിയതാണ് അത്ര അവിടുന്ന്. എനിക്ക് ഇങ്ങനത്തെ ഒരു ചികിത്സ വേണ്ടിട്ട് ഇറങ്ങൽ ഇയാൾ പറഞ്ഞത്ര ഈ തങ്ങൾ ഈ ആറ്റാന്ന് പറഞ്ഞ തങ്ങളും വേറെ താഹിദ് എന്ന് പറഞ്ഞൊരു വ്യക്തി. ഇവൻ പറഞ്ഞാൽ എനിക്ക് ഭർത്താവ് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നും ഇവിടെ വന്നൂടെ എന്ന്. ആ കുട്ടിയുടെ വോയിസിൻ്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ഭർത്താവ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് എന്താ നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾക്ക് എന്നും ഇവിടെ വന്നൂടെ വെച്ച് ഇവൾക്ക് ഫോൺ നമ്പർ കൊടുത്തു. ഇവരെന്താ പറഞ്ഞ് ഫോൺ നമ്പർ കൊടുക്കണില്ല എന്നോ? ആ കുട്ടി അതിൻ്റെ ശേഷം ഒരുപാട് ടീം എനിക്ക് വിളിച്ചിരുന്നു. ഞങ്ങൾക്കൊക്കെ ഈ അനുഭവങ്ങൾ, പക്ഷേ ഞങ്ങൾക്ക് പറയാൻ പേടിയാണ്. ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു ഞാൻ വരാം, ഞാൻ നിങ്ങളെവിടെ വിളിക്കണോടത്തൊക്കെ ഞാൻ വരാം, ഞാൻ എൻ്റെ വോയിസ് കൊടുത്തോളാം എന്നാ. അപ്പം ഞാൻ ആറ്റാന്ന് പറഞ്ഞ ഈ ഹാമിദ് എന്ന് പറഞ്ഞ വ്യക്തിയോട് വീണ്ടും പറയണ്, നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കണം. നിങ്ങൾ എവിടേക്കാ വിളിക്കി, ഞാൻ ഒറ്റയ്ക്ക് വരാം. എൻ്റെ കൂടെ ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. നിങ്ങൾ തെളിയിക്കാൻ വിളിക്കി, ഞാൻ വെല്ലുവിളിക്കണം. പിന്നെ നിങ്ങളെടുത്തേക്ക് ഞാൻ ദാരിദ്ര്യത്തിന് അരി വാങ്ങാൻ വന്ന ആളല്ലേ, ഒരു 4 ചാക്ക അരിയും വാങ്ങിച്ചോളി. കാരണം എനിക്കും ആണല്ലോ ജീവിക്കുക. ജമലുല്ലയിൽ എന്ന് പറഞ്ഞാൽ ഇയാൾ അറിയപ്പെട്ട്, ജമലുല്ലിക്കാർ പത്രസമ്മേളനം നടത്തി ഇയാളുടെ കുറച്ച് പുറത്ത് കിട്ട്. അവരൊക്കെ ആ ജമലുല്ലയിൽ തങ്ങന്മാർ വരെ എനിക്ക് വിളിച്ചിട്ടുണ്ട് ഇന്നൊക്കെ ആയിട്ട്. നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണ്, നിങ്ങൾ എന്തിനും ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ ഇതാക്കിക്കോളി എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഞാൻ വീണ്ടും പറയാണ്, ഇയാളെ ഒരുപാട് കാര്യങ്ങൾ കൂടുതൽ പറയാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വരി, ഞാൻ തെളിയിച്ച് തരാം. തങ്ങൾ വരി. തങ്ങൾ എന്ന് പറയാൻ എനിക്ക് നാണക്കേടുണ്ട് ഇപ്പം. കാരണം റസൂൽദാനെ പിൻപറ്റിയിരിക്കും. റസൂൽദാൻ്റെ പേര് പോലും ഇയാൾക്ക് അറിയാനില്ല. ഇന്ന് ഒരുപാട് ജനങ്ങൾ ഇന്ന് എൻ്റെ കൂടെ ഉണ്ട്. എന്നോട് പറഞ്ഞ കട്ടക്ക് നിന്ന് ഇതേമാതിരി ആരില്ലെങ്കിലും ആരും സപ്പോർട്ടും ഇല്ലാതെ ഞാൻ ഇവിടെ ഇത് പറയാൻ പോയത്. അല്ലാതെ നിങ്ങൾ ആരും പൈസ മോഹിച്ചിട്ടോ ഞാൻ അതിനെ ആഗ്രഹിച്ചിട്ടോ അല്ല. പലരും പലതും പറഞ്ഞു. കുറച്ച് ആൾക്കാർ, പക്ഷേ 99% ആൾക്കാർ എനിക്ക് സപ്പോർട്ടായിട്ട് തന്നെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അതിനോട് സപ്പോർട്ട് തന്നിട്ടില്ലെങ്കിലും ഞാൻ പോകും, ഒറ്റക്കാണെങ്കിലും ഞാൻ പോകും. തങ്ങളെ ഞാൻ വെല്ലുവിളിക്കും. തങ്ങളുള്ളോടത്തേക്ക് ഞാൻ വരാം. തങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കേസ് കൊടുക്കാനും ഞാൻ എന്നോ പറഞ്ഞാണല്ലോ അയാളോട്, നിങ്ങൾ എൻ്റെ പേരിൽ കേസ് കൊടുക്കി. ഇപ്പം അയാൾ വിളിക്കണവരോടും ദാനോടൊക്കെ അയാൾ ചൂടാവുക, പ്രശ്നം ഉണ്ടാക്കുക, പ്രഷർ ഇളകുകയാണ്. തങ്ങളെ സെമീറയാണ് പറയണത്, ഇന്നെ വിളിച്ചോളി, ഞാൻ അവിടെ വരും, നിങ്ങൾ വിളിക്കണോടത്തേക്ക് ഞാൻ വരും.
തെളിയിക്കും. ഒരുപാട് വീഡിയോസും ഒരുപാട് തെളിവുകളും ഒരുപാട് സ്ത്രീകളും എൻ്റെ കൂടെ ഉണ്ട്. നമ്മളിപ്പം ഒരുപാട് ഇപ്പൊ ഒരുപാട് തെളിവുകൾ ഇപ്പം നമ്മുടെ മുമ്പിൽ കാണിച്ചു, ജനങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിലും കാണിച്ചു. ഇനി ആറ്റക്കോയുടെ തെളിവുകൾ എന്ത് ചെയ്യാൻ വേണ്ടി പറയാം, ഹാജരാക്കാൻ വേണ്ടി പറയാം? ആറ്റക്കോയനെ എനിക്ക് വിളിച്ചിട്ട് ഞാൻ അയാൾ പറഞ്ഞത് അയാളെ ഫോണിട്ട് വരട്ടെ. അയാളും എന്തൊക്കെയാണോ തെളിവുകളുള്ളത് അല്ലെങ്കിൽ അയാളെ സത്യം ഉണ്ടെങ്കിൽ അയാൾ തെളിയിക്കട്ടെ, നമുക്ക് അയാളെ ഒഴിവാക്കി വിടാലോ. ഇതൊന്നും മാറ്റക്കോയ അല്ലാന്ന് ഞമ്മക്ക് തന്നെ ഉണ്ട് സ്വയം തീരുമാനിക്കുക. കാരണം വെച്ചാൽ ഇതിൻ്റെ അടുത്ത് ഒറിജിനൽ തെളിവാണത്. ഇനി ഇഷ്ടം പോലെ തെളിവുണ്ട്, നിങ്ങൾക്ക് മീഡിയക്കാർക്ക് കാണിച്ചു തരാൻ പറ്റാത്ത തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ കാണിക്കും, അതിനൊരു സമയമുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞ് ആറ്റക്കോയ വരട്ടെ, തെളിവ് ഞാൻ കാണിക്കാൻ തയ്യാറാണ്. പിന്നെ പൈസയ്ക്ക് ഞാൻ ഇരിക്കുക എന്ന് പറഞ്ഞല്ലോ, ആ പൈസയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോട്ടെ. കാരണം ഞാൻ എന്താണെന്നുള്ളത് എനിക്കും പഠിച്ചോൻ പറയാം. പിന്നെ റംസാൻ മാസത്തിൽ എന്തിനാ ഇതിന് ഇരിക്കണമെന്ന് വെച്ചാൽ ഇതൊരു മാസം പുണ്യമാസം മാസമല്ല. ഇങ്ങനത്തെ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ഇങ്ങനത്തെ ഇബിലീസിൻ്റെ അടുത്ത് പുറത്ത് കിടലും അതൊരു പുണ്യമാണ്. അത് പുണ്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു ഇബിലീസിൻ്റെ അടുത്ത് പുറത്ത് അയാൾ ഒറിജിനൽ തങ്ങളാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞോട് കുരുത്തക്കേട് ഇട്ടുന്നു, അയാളെ കുരുത്തക്കേട് തട്ടിയിട്ട് ഒരു രക്തസാക്ഷി ഉണ്ടായിക്കോട്ടെ, ഞാൻ മരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ മറ്റുള്ള പെണ്ണുങ്ങൾ വരണമെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് അവർ എൻ്റെ അടുത്തേക്ക് വരും, തെളിവേറ്റി വരും. നാട്ടുകാലി സ്റ്റേഷനിൽ പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ എല്ലാ തെളിവുകളും ഹാജരാക്കും. പക്ഷെ മൊത്തം മീഡിയക്കാരെ ഞാൻ വിളിച്ചു വരുത്തും. എല്ലാ മീഡിയക്കാരും വന്നിട്ട് ഇയാളെ കള്ളത്തരങ്ങൾ മൊത്തം പൊളിച്ചടക്കും ഞാൻ. ഇപ്പൊ നമ്മള് ആ വീഡിയോ നോക്കുന്ന സമയത്തും കാണുന്നത് അതിന്റെ താഴത്ത് ഇപ്പൊ ഇയാൾ ഈ ആറ്റക്കോയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് കൂടുതൽ സ്ത്രീകളാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? കാരണം നമ്മൾ ഇത്രയൊക്കെ പറയുന്നു, ഇത്രയൊക്കെ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടും ഇപ്പോഴും ഇയാളുടെ സപ്പോർട്ടേഴ്സ് ആയിട്ട് ഒരുപാട് സ്ത്രീകൾ വരുന്നു എന്നുള്ളത്. സപ്പോർട്ടായിട്ട് അതിന് നിങ്ങൾക്ക് ചോദ്യം ഉത്തരം അതിലുണ്ട്. സപ്പോർട്ട് വരുന്നത് സ്ത്രീകളാണല്ലോ, ആണുങ്ങൾ സപ്പോർട്ടിനില്ലല്ലോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക അഡ്മിന്മാർ കൂടുതലും അയാൾ കൊണ്ടാടുക്കുന്നത് മുഴുവൻ ഈ പാവപ്പെട്ട സ്ത്രീകളാണ്. പക്ഷെ സ്ത്രീകൾക്ക് നമ്മൾ ഇതൊരു ലഹരിയായിട്ട് തലി കയറുക, MDM ഒക്കെ അവിടെ നിൽക്കുകയുള്ളൂ. ലഹരിയായിട്ട് തലി കയറിയിട്ട് ഇയാൾ എന്തോ ഒരു മഹാ അത്ഭുതമാണെന്നുള്ള നിലയിലാണ് കൊണ്ടാടുക്കുന്നത്. മഹാ അത്ഭുതം, എന്താ പറയുക, അയാൾ ഭയങ്കര കറാമത്തുള്ളതാണ്. ഭയങ്കര കറാമത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഭയങ്കര ഒരു പ്രത്യേകതയായിട്ടുള്ള ഒരു കഴിവ്, അത്ഭുത ശക്തിയുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് പിന്നെ എന്നോട് ഒരു രാഷ്ട്രീയത്തിന്റെ നേതാവ് ഭയങ്കര അറിയപ്പെടുന്ന നാട്ടിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള്. അപ്പോൾ മന്ത്രിമാരൊന്നുമല്ല, MLA ഒന്നുമല്ല, അതേമായിട്ട് സ്ഥാനത്തിരിക്കുന്ന ഒരാൾ മലപ്പുറത്ത് നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്, അയാളെ അവിടെ ഇട്ടിട്ട് വലിച്ച് കീറാനുള്ള വഴി ഇജ് ഉണ്ടാക്കുകയാണ്, ഞങ്ങൾ എൻ്റെ പിന്നിലുണ്ട്, ഇജ് ധൈര്യത്തിൽ മുന്നോട്ട് പോയിക്കോന്ന്. എനിക്ക് അവരെ പോലത്തെ സപ്പോർട്ടും പിന്നെ എനിക്ക് ഇന്റേതായിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ടുണ്ട്. ഇനിയിപ്പോൾ അവരാരും എനിക്ക് സപ്പോർട്ട് ചെയ്യണില്ലെങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ പോകും. കാരണം ഒറ്റയാൾ പോരാട്ടം ഇവിടെ നടത്തിക്കൂടെ, എന്നെ കൂടെ നമ്മളെ കൊണ്ട് പറ്റണമാതിരി ചെയ്തൂടെ? ഇല്ലെങ്കിൽ 4 ആൾ അറിയിച്ചെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് നല്ലോണം അറിയാം. വിടൂല ഞാൻ. അയാൾ അഡ്മിന്മാരും അയാൾ ഏൽപ്പിച്ച സ്ത്രീകളും മാത്രമാണ് അയാൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. അതിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാക്കാം ഇയാൾ എന്താണ് ഇയാളെ ശരിക്കുള്ള അസുഖം എന്ന്. ഇയാൾ അസുഖം പൈസയും ഇയാളെ കൂടുതൽ അസുഖം ഇയാൾക്ക് സ്ത്രീയുമാണ്. ഈ അസുഖങ്ങൾ മാറി ഇയാൾക്ക് ഷുഗർ വന്നതുകൊണ്ട് ഇയാൾക്ക് ഇപ്പോൾ പൈസ കിട്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ സെറ്റിൽഡ് ആവണം. കാരണം സ്ത്രീകൾ ഏറ്റുള്ളതിന് ഇപ്പോൾ ഇയാൾക്ക് പറ്റാതായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ മറ്റുള്ളവരെ ഏൽപ്പിക്കുകയാണ്. ഞാൻ പറയാൻ തുടങ്ങി നോമ്പ് കഴിഞ്ഞിട്ട് എനിക്ക് ഇയാൾക്ക് തെളിവടക്കം കൊടുക്കുമ്പോൾ എനിക്ക് കുറേ പച്ചക്ക് പറയാണ്ട്. തെളിവില്ലാതെ പറഞ്ഞില്ല, വീണ്ടും ഞാൻ ആവർത്തിക്കാണ്ട് വെല്ലുവിളിക്കാണ്ട് തെളിവിൻ്റെ കയ്യിൽ ഒറിജിനലാണ്, ഡ്യൂപ്ലിക്കേറ്റ് തെളിവൊന്നുമല്ല, ഒറിജിനൽ തെളിവുണ്ട്. ഇയാൾ പറഞ്ഞ് സംസാരിച്ച സ്ത്രീകളും എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ അവർ എൻ്റെ മാതിരി ഇപ്പം പബ്ലിക്കിൽ വരാൻ തയ്യാറല്ല. ഇയാൾ ഇനി എന്നെ കൊണ്ട് അരിക്ക് വല്ല വകയില്ലാഞ്ഞിട്ട് ഇയാളടുത്തേക്ക് ചെന്നതാണെന്നുള്ളതൊക്കെ ഒന്നും കൂടി അയാളുണ്ട് പറഞ്ഞിട്ട് ഞാൻ അയാൾ പറഞ്ഞല്ലോ എന്നോട് മാപ്പ് പറയാൻ, മീഡിയയിലും എന്നോട് അയാളോട് മാപ്പ് പറയാൻ. അയാളോട് ഞാൻ കോപ്പ് പറയും, മാപ്പ് ഞാൻ ആറ്റനോട്, ഹാമിദിനോട്. ആദ്യം അയാൾ ഒറിജിനൽ പേരെന്താന്ന് അയാൾ സ്വീകരിക്കട്ടെ, ഇങ്ങോട്ടും മതി മാപ്പ്. ഞങ്ങൾ ശരിക്കും ഒറിജിനൽ പേരും ബാപ്പാന്റെ പേരും വേണം. അയാളെ 3 തലമുറന്റെ പേരും ഒറിജിനൽ തങ്ങളാണെന്നുള്ള കറക്റ്റ് ഇതുണ്ട് തന്നാൽ നമ്മൾ ബഹുമാനിക്കും. ഇനി റസൂലിന്റെ പിന്നെ ഞാൻ പറയാം, റസൂലിന്റെ പേരും പറഞ്ഞ അയാൾ അഹങ്കരിക്കണ്ട. റസൂലിന്റെ പേര് പറയാൻ പോലുള്ള അർഹത ഈ ആറ്റക്കില്ല, ഈ ഹാമിദിനില്ല. അയാൾ അമ്മാനോടോ വാപ്പാനോ ഇപ്പാനോടോ ചോദിക്കണം അയാൾക്കിട്ട ശരിക്കുള്ള പേരെന്താന്ന്. ആധാറിൽ ഹാമിദുള്ളൂ, അത് ഞാനിട്ടതാന്നുള്ള അറിയില്ല. കാരണം ഇനി അയാൾ ഫാദറിന്റെ പേര് ശരിക്കും പറയാൻ അറിയുമെന്ന് അറിയില്ല, ഫാദറിന്റെ അറിയുമെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് 3 തലമുറന്റെ പേര് പറയാൻ എനിക്കറിയും. പിന്നെ ഞാൻ പറഞ്ഞില്ല, അയാളെ മെയിൻ ആൾക്കാർ സ്ത്രീകളായതുകൊണ്ട് അയാൾക്ക് സപ്പോർട്ടും സ്ത്രീകളേ ഉള്ളൂ. ആണുങ്ങൾക്ക് ഈ പറഞ്ഞ ചികിത്സ ഒന്നുമില്ല. ആണുങ്ങൾക്ക് ഈ പറഞ്ഞ ചികിത്സ ഇനി ഉണ്ടോന്ന് അറിയില്ല. ബാധക്കനുസരിച്ചാണ് അവിടെ ചികിത്സ. അതായത് ചെറിയ ബാധ ഉണ്ടെങ്കിൽ 1550. ആ സ്ത്രീന്റെ വോയിസ് ഉണ്ട്, ആ സ്ത്രീന്റെ കൂടെ വരും കുറച്ച് കഴിഞ്ഞാൽ. അവളെ കണ്ട ഉടനെ ഇയാൾക്ക് ഭർത്താവ് പിന്നെ ചെറിയ പ്രശ്നമാണ്, വെള്ളം അടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, മാനസികമായിട്ട് അവൻ ടെൻഷനിലാന്ന് പറഞ്ഞപ്പം അവളെ ബാധന്റെ ഹൈറ്റ് കൂടി. കാരണം അവളെ കെടുത്തി ചികിത്സിക്കണം. ഭർത്താവ് കൂടെ ഇല്ലാത്തതുകൊണ്ട് അവളെ കെടുന്ന് ചികിത്സിക്കാൻ പറഞ്ഞു. മറ്റവർക്ക് ഭർത്താവ് ഉള്ളതുകൊണ്ട് ഇരുന്ന് ചികിത്സിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ചികിത്സ ഒരു സെന്ററിൽ ഇരുത്തിയിട്ടുള്ള ചികിത്സ. ഈ സ്ത്രീനോട് നിസ്കാരക്കുപ്പായിട്ടിട്ട് അപ്പൊ കാരണം ഇവളെ മേത്ത് മരിച്ചു പോയതിന്റെ ആത്മാവ് എടുക്കുന്നതുകൊണ്ട് ഇവൾ കെടുന്ന് ചികിത്സിക്കണം. കെടുന്ന് ചികിത്സിച്ചാലേ പിന്നെ ഈ ഹാമിദിന്റെ അസുഖം മാറുള്ളൂ.
ഹാമിദിന്റെ അസുഖം മാറും. ആമിതിന്റെ അസുഖം മാറണമെങ്കിൽ ഈ സ്ത്രീനെ കെട്ടിച്ച് അത് ഭർത്താവ് ഇല്ലാത്ത നിങ്ങൾ ഈ ഭർത്താവ് ഇല്ലാച്ചിട്ട് എന്തിനാ ടെൻഷൻ അടിക്കേണ്ടത്? ഞാനില്ല ഇവിടെ, നിങ്ങൾ ഇടക്കിടക്ക് വരണം എന്നിട്ട് അവൾക്കും കൊടുത്തു പേഴ്സണൽ നമ്പർ. എന്നിട്ട് അയാൾ പറഞ്ഞത് അയാൾക്ക് നിന്ന് തന്നെ അയാൾ ആരാ കലക്ടറോ? കലക്ടർക്ക് പോയിക്കും അവർ ഞാൻ ഇന്നാള് പറഞ്ഞതുപോലെ ചോദിക്കണം, ഒരു ഒരു ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വേച്ച ഡോക്ടർ ആവട്ടെ, അയാൾക്ക് നമ്മൾ അസുഖം അറിയാൻ എന്താണ് അസുഖം എന്ന് ചോദിക്കണ്ടേ? അതാണ് അത് ഞാൻ ഒന്ന് രണ്ട് കമന്റിലെ ആളുകൾ പറഞ്ഞിട്ടു, ഈ തങ്ങളെ കാണുമ്പോൾ തങ്ങളുപ്പാപ്പ എന്നൊക്കെയാണ് ആളുകൾ വിളിക്കുന്നത്. തങ്ങളുപ്പാപ്പനെ കാണാൻ പോകുമ്പോ 6 സെക്കൻഡ് സമയം കിട്ടുള്ളൂ. ഈ 6 സെക്കൻഡ് സമയത്തിനുള്ള നമ്മളെ കാര്യങ്ങൾ പറയാനുള്ളതിനിടയിൽ എങ്ങനെയൊക്കെ ചെയ്യാന്നൊക്കെയാണ് കുറെ പേര് ചോദിക്കുന്നത് അല്ലെ. ഇത്ര മറുപടി ഞാൻ തരാം. 6 സെക്കൻഡ് ഉണ്ടല്ലോ, 6 സെക്കൻഡ് തങ്ങൾ പാപ്പ അല്ല, തങ്ങൾപ്പാന്ന് വിളിച്ചാൽ അയാൾക്ക് ദേഷ്യം പിടിക്കും. തങ്ങൾപ്പ എന്ന് പറഞ്ഞാലേ അയാൾക്ക് ഒരു മനസ്സമാധാനം കിട്ടുള്ളൂ. ഈ തങ്ങൾപ്പാക്ക് 6 മിനിറ്റ്, ഞമ്മക്ക് 6 മിനിറ്റ് ചെറിയത്, 6 സെക്കൻഡ് ഞമ്മക്ക് ചെറുതായിരിക്കും. പക്ഷെ ആ തങ്ങൾപ്പാക്ക് നമ്മളെ ഉള്ളിലുള്ള ഫുള്ള് സ്കാനർ ആ 6 സെക്കൻഡ് മതി. ഫുള്ളും നമ്മളെ അയാൾ വലിച്ചറിഞ്ഞ് അയാൾ നമ്മളെ ചോര അങ്ങോട്ട് ഊറ്റി കുടിക്കണവർക്ക് തങ്ങൾപ്പ ആണെങ്കിലല്ലേ തങ്ങൾപ്പാന്ന് വിളിക്കാനുള്ള. ഞാൻ പറഞ്ഞ ഇതിനൊന്നുള്ള അറിയാതെ അയാളല്ല. പിന്നെ ഈ അതിനുള്ള സമയം ഉണ്ട്. അതിന് ആണുങ്ങളോട് സമയം കാണിക്കണില്ല, പെണ്ണുങ്ങളോട് സമയം കാണിക്കണുള്ളൂ. അത് അയാളോട് ചാരി നിൽക്കണവർക്ക് ഞാൻ പറഞ്ഞു, ഇന്നോട് ഈ വോയിസ് കേൾക്കാൻ താല്പര്യം, ഞാൻ 3/4 മണിക്കൂർ ഇന്നോട് സംസാരിച്ചല്ലോ. അയാൾക്ക് ഇവിടുന്ന് സമയം കിട്ടിയത് ഞാൻ എന്റെ ഈ ഫോണിൽ ചാറ്റ് ചെയ്ത ടൈം നോക്കി നിങ്ങൾ. ഈ ഇതിൽ സംസാരിച്ച് ഇതിൽ ചാറ്റ് ചെയ്ത സമയം തങ്ങളെ വോയിസ് അതിലുള്ളത്. അത് നിങ്ങൾ ഇട്ടുകൊടുക്കും. ഞാൻ തങ്ങളെ വോയിസ് ഉണ്ട് ഇതില്. ഈ തങ്ങളെ വോയിസ് എങ്ങനെ എനിക്ക് ഇതിലേക്ക് വന്നത്, എങ്ങനെ അയാൾക്ക് അങ്ങനെ ടൈം കിട്ടിയത്? ഈ സ്ത്രീ മറ്റേ പെണ്ണുങ്ങളോട് ചാറ്റ് ചെയ്യാൻ നേരില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് എവിടുന്ന സമയം കിട്ടിയത്? അതൊക്കെ ഇയാളെ ബോധിപ്പിക്കലല്ലേ. അതിനെ ഞാൻ പറയുന്നത്, ഇതൊന്നും ഞാനിപ്പോ പറയാൻ തയ്യാറല്ല. തെളിവ് ഞാൻ തരാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഞാൻ വെറുതെ പറയണല്ല, ഇതെല്ലാത്തിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. ഒറിജിനൽ തെളിവ്, നല്ല തെളിവ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, വെറുതെ പഠിച്ചുണ്ടാക്കിയതല്ല, ഒന്നുമല്ല. കറക്റ്റ് തെളിവ്. തങ്ങൾ വീരിന്റെ അടുത്തേക്ക്, എന്റെ അടുത്തേക്ക് ഞാൻ പിന്നെയും പറഞ്ഞു, തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വരും, നിങ്ങൾ ആൾക്കാർ താഹിർ എന്ന് പറഞ്ഞ വ്യക്തിനെ വിളിച്ചോളിയും, മുസ്തഫ എന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചോളിയും, പിന്നെ ഒരു യൂസുഫ് ഉണ്ട്, ഇവരൊക്കെ വിളിക്കി. അവരൊക്കെ എതിരായിട്ടുള്ള എല്ലാ തെളിവുകളും ഇന്ന് എന്റെ കയ്യിലുണ്ട്. എല്ലാം ഞാൻ തരാം. ഇങ്ങോട്ടെങ്കിലും ജനങ്ങൾക്കൊന്ന് കണ്ണു തുറന്നോട്ടെ. സ്ത്രീകളെ അങ്ങോട്ട് ഞാൻ വീണ്ടും പറയാണ്, ചതി ചെന്ന് ചാടണ്ട. എന്നോട് ഇന്ന് 2 പറഞ്ഞ സ്ത്രീകൾ വരാന്ന് പറഞ്ഞ സ്ത്രീകൾ ചെയ്തിട്ട് എന്താണെന്നറിയോ? കുടുംബശ്രീന്ന് പലിശക്ക് പൈസ എടുത്തതാ. എന്നിട്ട് അവർ പറഞ്ഞത് കുടുംബശ്രീന്ന് പലിശക്ക് പൈസ എടുത്തിട്ടാണ് ഞങ്ങൾ കൊണ്ടു കൊടുത്തിട്ടുള്ളത്. ഇവരെ അഡ്മിന് സെയ്നാത്ത എന്ന് പറഞ്ഞൊരു സ്ത്രീയാണത്രേ, താന്നൂർ ആ ഭാഗത്ത് എവിടെയുള്ള എനിക്കറിയില്ല. ആ സ്ത്രീയാണത്രേ. ഈ സ്ത്രീക്ക് പിന്നെ ഇനിയിപ്പോ ആ സ്ത്രീ ഇന്നെ തെരഞ്ഞു വരും, പോരി എന്റെ വീടൊക്കെ ഞാൻ പറഞ്ഞിട്ട് പോരോണ്ടേ, ഇന്നണ്ട് ശരിയാക്കി കളി. എനിക്കതൊന്നും ഒരു പ്രശ്നം, ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് ഇറങ്ങിയതാ. സൈനാത്തെ വരും പടിയേറ്റ്, നിങ്ങൾക്ക് അടപ്പുറത്തുനിന്ന് കുറെ ആൾക്കാരോട് വിളിച്ചോളൂ. എനിക്കതൊന്നും ഒരു വിഷയമുള്ള കേസൊന്നുമല്ല. ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് അനാചാരത്തിനെതിരെ പൊരുതും, ഞാൻ പോരാടും, ഞാൻ ഒറ്റക്ക് മതി. അപ്പൊ ഈ സ്ത്രീ, ഈ സൈനാത്ത എന്ന സ്ത്രീ പോകുമ്പോ ഈ സ്ത്രീനോട് 100 രൂപ ചോദിക്കുകയാണ് അത്ര. അതെന്തിനാ ഈ സ്ത്രീ പോണില്ല, ഒറ്റ പോക്കിൽ നിർത്തി. എന്തിനാ ഈ പൈസ ചോദിക്കുന്നത്? അവിടെ ഒരിക്കൽ പോയി വന്നോണ്ട് ഇടക്കിടക്ക് പൈസ കൊടുക്കണം. അപ്പൊ ഈ അഡ്മിമാരെ ശമ്പളം എത്രയാ? അഡ്മിമാരെ എങ്ങനെ ഈ പൈസ ഉണ്ടാക്കുന്നത്? ഇങ്ങോട്ട് ഈ കെടുത്തി ചികിത്സിനോടത്ത് അഡ്മിമാർ കണ്ണോട്ട് കാട്ടി കൊടുക്കും, നിങ്ങൾ അവിടെ കെടുന്നോളി, ചികിത്സിച്ചോളി മറ്റോരോട്. ഈ കെടുത്തി ചികിത്സിക്കുമ്പോൾ ഒരു സ്ത്രീനെ മാത്രമേ കെടുത്തുന്നത്. ഇവിടെ പറഞ്ഞൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ മൂത്തൊക്കെ മുണ്ടിട്ടിരുന്ന്, പിന്നെ അവരെന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അഡ്മിൻ അവിടെ നിൽക്കുന്നുണ്ട്. അഡ്മിൻ ഇനി എന്തെങ്കിലും ചെയ്യണ്ടോന്നും ഞാൻ നോക്കിയിട്ടില്ല. കണ്ണ് തുറന്നാൽ ഫലം പോകുന്ന അവളോട് പറഞ്ഞത്ര, എന്നോട് പറഞ്ഞ മാതിരി. പക്ഷെ എന്റെ ഫലം അങ്ങോട്ട് പോയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ കണ്ണ് തുറന്നായിരുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഫലം കിട്ടാതിരുന്നത്. അതുകൊണ്ടായിരിക്കാം തങ്ങളെ കള്ളത്തരം ഞാൻ മനസ്സിലാക്കിയത്. കണ്ണ് തുറന്ന് അടച്ചിരുന്നെങ്കിൽ വല്ലതും കാണിയിരുന്നു. ഹലോ, സമീറ താത്തല്ലേ? ഞാന് നിങ്ങളെ ഒരു വീഡിയോ കണ്ടിരുന്നു ഫോണില്, നൂറെ ഹബീബിനെ കുറിച്ചിട്ടുള്ള. പിന്നെ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യം പോയത് കോട്ടക്കലാണ്. അപ്പൊ പിന്നെ മേലെ കൊടക്കാട് വരണം, അവിടെ പോയിട്ട് അവിടുന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ചികിത്സാ ആവശ്യാർത്ഥം അവിടെ പോയി. അപ്പോ അവര് പറഞ്ഞ് 2800 കൊണ്ടുവരണം, അത് മാറ്റണമെങ്കിൽ. അവിടുന്ന് അവര് നിസ്കാരക്കുപ്പായിട്ടിട്ട് കിടക്കാൻ വേണ്ടിട്ട് പറഞ്ഞ്. പിന്നെ അവിടുന്ന് നമ്പർ ചോദിച്ചൊരു ഉസ്താദ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളിന്ന് പറഞ്ഞിട്ട്, ഞാനിതുവരെ അതിൽ വിളിച്ചിട്ടൊന്നുമില്ല. പിന്നെ 1650 എല്ലാവർക്കും പൈസ വരുന്നത്. എന്നോട് 2800 പറഞ്ഞ്. പിന്നെ അവിടെ ചെന്നതിന്റെ ശേഷം 2800 കൂടാതെ 500 രൂപ ഓതിയ ആൾക്ക്, ഇങ്ങനെ നമ്മളെ ചികിത്സക്ക് വേണ്ടി ഓതിയ ആൾക്ക് വേറെ വേണമെന്ന് പറഞ്ഞു. 100 രൂപ നിസ്കാര കുപ്പായ ഫീസ് വേണമെന്നും പറഞ്ഞു. അപ്പൊ ഈ പാവപ്പെട്ടവർക്ക് ഇതെങ്ങനെ ഒത്തുപോകും? അപ്പോ
അതൊക്കെ അവര് ചെയ്യണതൊക്കെ പൈസ ഒരു കൂടുതൽ വാങ്ങല്ലേ. പാവപ്പെട്ടവര് അതില്ലാതെ ഉണ്ടാക്കിയിട്ടായിരിക്കും കൊണ്ട് കൊടുക്കണത്. അപ്പോ ഞങ്ങളവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സൈന എന്ന് പറയണ അവരാണ് നമ്മളെ കൊണ്ടുപോയത്. പിന്നെ കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞ് ഞാൻ അതിലൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ സലാത്തിന് വിളിച്ചിരുന്നു, അതിന് ഞാൻ പോയിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ തേനുണ്ടായിരുന്നു, അതിന് വേറെ പൈസ. അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് 300-500 ഉള്ളിൽ വന്നിട്ടുണ്ട് പൈസ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വളരെ പാവപ്പെട്ടവര് അവരും ഈ 1650 രൂപ 3 രൂപ അങ്ങനെ ഇത്രയും കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഇല്ലാത്തവർക്കും വേണമല്ലോ ഒരു ചികിത്സക്ക് ഒരു പരിഹാരമാർഗം. അതുകൊണ്ട് ഇത് നല്ലൊരു രീതി ആണോ എന്നതില് സംശയമുണ്ട്. പൈസ കണക്ക് പറയുന്നുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്താണെന്നറിയോ, അത് ഉടായിപ്പാന്നാണ്. കാരണം അല്ലാത്തവര് പൈസ കണക്ക് പറയൂല. ഇത് എനിക്ക് ആ ഒരു പോക്കിലെ മനസ്സിലായി കാര്യങ്ങള്. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലത്തിലും പങ്കെടുക്കാതിരുന്നത്. കാരണം പിന്നെ പൈസ കണക്ക് പറയുന്നവര് അതില് എത്ര ആയാലും അത് തരികിട പരിപാടിയാണ്. ഇത് ഞാൻ എവിടെയും പറയാൻ തയ്യാറാ. അത് ഏത് തങ്ങന്മാരായാലും ശരി, പൈസ കണക്ക് പറയുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ്. നമ്മളെ തങ്ങളുടെ അടുത്ത് പോകുന്ന സ്ത്രീകളൊക്കെ ഒന്ന് കണ്ണ് തുറന്ന് നോക്കുക. കാരണം നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നിങ്ങളെ അടച്ചു വെച്ചിരിക്കുന്ന കണ്ണുകളും തുറക്കുക എന്നുള്ളത് തന്നെയാണ് സമീർ താത്തയ്ക്ക് പറയാനുള്ളത്. പൊന്നു സഹോദരിമാരെ കണ്ണൊന്ന് തുറന്നോളി. അത് എപ്പോഴും അടക്കണ്ട, ഇടക്കൊന്ന് അടച്ചു തുറക്കണത് നല്ലതാണ്. കാരണം എന്നാ നടക്കണമെന്ന് അറിയാം. കാരണം വെച്ചാൽ ഫുൾ ടൈം അടച്ചിരുന്നാൽ നമ്മൾ ജീവിതകാലം മുഴുവൻ കണ്ണടച്ചിരിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഹമീദ് ആറ്റക്കോയ എന്ന് പറയുന്ന വ്യക്തി തെളിവുകൾ ചോദിച്ചു. തെളിവുകൾ ഹാജരാക്കാൻ താൻ തയ്യാറാണ്. ചിലതൊക്കെ ഇപ്പം നമ്മുടെ മുന്നിൽ കാണിക്കുകയും ചെയ്തു. കൂടുതൽ തെളിവുകൾ താൻ കോടതിയിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഹാജരാക്കുമെന്നാണ് ഇത്ത പറയുന്നത്. ഇത്ത ചോദിക്കുന്നത് ഹാമിദിന്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ ഹാമിദും കാണിക്കട്ടെ എന്നുള്ളതാണ്. ആ ഒരു വെല്ലുവിളി കൂടി ഇപ്പൊ സമീർ താത്ത നടത്തിയിരിക്കുകയാണ്. എന്ത് തന്നെയായാലും ഇനിയെങ്കിലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. ആളുകളെ എല്ലാ കാലവും പറ്റിക്കാൻ പറ്റും എന്ന് ആരും കരുതേണ്ടതില്ല. മലപ്പുറം താനൂരിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.